ഹലോ ഫ്രാൻസ്, എല്ലാവർക്കും വണക്കം. ഇന്ന് ഞാൻ പുതിയ സിനിമ ഹൃദയപൂർവ്വം കണ്ടിട്ട് വന്നിട്ട് സംവിധാനം സത്യൻ അന്തിക്കാട്. സത്യൻ അന്തിക്കാടിന്റെ സിനിമകൾ അത് ഒരു മിനിമം ഗ്യാരണ്ടി നമുക്ക് തരുന്നുണ്ട്. ആ മിനിമം ഗ്യാരണ്ടിയോട് കൂടിയാണ് ഈ സിനിമ വരുന്നത്. തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് ഫാമിലിയോടൊപ്പം ഇരുന്ന് എന്റർടൈനിങ് ആയിട്ട് കുറച്ച് തമാശകളൊക്കെ ആയിട്ട് കുറച്ച് നന്മയൊക്കെ വെച്ച് കാണാവുന്ന ഒരു സിനിമയാണ്. അതുപോലെ ലാലേട്ടനാണ് ഈ സിനിമയിലെ നായകൻ. ലാലേട്ടന്റെ ആ പഴയ മാനരസങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് രണ്ട് പടങ്ങളായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ പടത്തിലും ആ മാനരസങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നതിൽ ലാലേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നായികയായിട്ട് വന്ന നടി കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ സംഗീത് ഇതിലെ പ്രധാന റോളിൽ വരുന്നുണ്ട്. ഒരു കൊച്ചു കഥ കുറച്ച് തമാശയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു ഫീൽ ഗുഡ് രീതിയിലാണ് ഈ സിനിമ മുമ്പോട്ട് പോകുന്നത്. പിന്നെ അതിഥി താരങ്ങളായിട്ട് 3 താരങ്ങളുണ്ട്. കുറച്ചൊക്കെ അറിഞ്ഞു കാണും, അത് ഞാൻ അതിലേക്ക് കൂടുതലൊന്നും പോകുന്നില്ല. സിനിമയിലെ ഗാനങ്ങൾ ഒക്കെ ചിറക്കെ കുറച്ച് ബോറായിട്ട് തോന്നിയെങ്കിലും ഒരു ഗാനം, ആ അവസാന ക്ലൈമാക്സിനോട് അടുപ്പിച്ചിട്ടുള്ള ഹൃദയം എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കാണിക്കാൻ പറ്റി. ആ സിനിമയുടെ ഒരു മൂഡ് തന്നെ പെട്ടെന്ന് മാറ്റി നമുക്ക് ലാലേട്ടൻ ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ ഗാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ക്യാമറ എല്ലാം ഓക്കെ ആയിരുന്നു. വലിയ സംഭവമൊന്നുമില്ല. സത്യൻ അന്തിക്കാട് സിനിമയിൽ സാധാരണ വലിയ സംഭവമൊന്നും കാണത്തില്ലല്ലോ. മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് രീതിയിൽ പോകുന്ന ഒരു സിനിമയാണ്. പിന്നെ ജനാർദ്ദനെ ഏറെ നാളുകൾക്ക് ശേഷം സിനിമയിൽ കണ്ടു. അദ്ദേഹത്തെ ഇനിയും ഒരുപാട് സിനിമയിൽ ഇതേപോലെ കാണാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ബാബുരാജ് സിനിമയിൽ ഒരു റോളിൽ വരുന്നുണ്ട്. അങ്ങനെ കുറെ താരങ്ങളുണ്ട്. കുറെ പുതിയതും പഴയതുമായിട്ടുള്ള കുറെ താരങ്ങളൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ബേസിക്കലി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എഡിറ്റിംഗ് കുറച്ചുകൂടെ ശരിയാക്കാമായിരുന്നു. കാരണം ചില രംഗങ്ങളിലൊക്കെ ലാഗ് അടിക്കുന്നുണ്ടായിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാമായിരുന്നു. പ്രത്യേകിച്ച് ലാലു ലക്സുമായിട്ടുള്ള കുറച്ച് രംഗങ്ങളുണ്ട്. ആ രംഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന രംഗങ്ങളായിരുന്നു. മൊത്തത്തിൽ ഫാമിലി ആയിട്ട് പോയി കണ്ട് എന്റർടൈൻ ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഹൃദയപൂർവ്വം. ഓണത്തിന് ലോകയാണ് എല്ലാവരുടെയും ഫസ്റ്റ് ചോയ്സ് എന്ന് അറിയാം. എങ്കിൽ പോലും ഹൃദയപൂർവ്വവും നമുക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ ഓണക്കാലം ആഘോഷമാക്കാൻ ഈ 2 സിനിമകളും കാണണം. പുതിയൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.